Good morning. Good morning, ma'am. 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 Exam എല്ലാവരും എളുപ്പമായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു മാം. ഓക്കെ, അപ്പൊ നമ്മള് തേർഡ് മോഡ്യൂളിലേക്ക് കടക്കാണ്. ഓൾറെഡി റോസ് മാം എടുത്തിട്ടുണ്ടാവും അല്ലെ, ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ തേർഡ് മോഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്നത് ചാപ്റ്റർ 8 ആണ് കേട്ടോ. 8ാമത്തെ ചാപ്റ്റർ ആണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ കേട്ടോ. ഹോസ്പിറ്റലിലെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കേട്ടോ. അപ്പൊ ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോ തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ 1 and 2 മോഡ്യൂൾസ് പോലെയല്ല, കുറച്ച് തിയറി രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മറ്റത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സ് കാര്യങ്ങളെ കുറിച്ചായിരുന്നല്ലോ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇതിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിലുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ആ ഹോസ്പിറ്റലിലെ മറ്റു വശങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും വരിക കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് തന്നെ കുറച്ച് സമയം എടുത്ത് എന്ത് ചെയ്യാം, പഠിക്കാം. ചില ഭാഗങ്ങളൊക്കെ മനസ്സിലാവുന്നില്ല, ഇൻ കേസ് നമുക്ക് പരിചയമില്ലാത്ത രീതിയാണെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയങ്ങളിൽ ആ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി കിട്ടാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ എന്നിട്ട് എന്തെങ്കിലും മനസ്സിലാവാതിട്ടുണ്ടെങ്കിൽ അതായത് ടീച്ചേഴ്സ് വരുന്ന സമയത്ത് അവരോട് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാനും പറയും കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂളിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഓരോ പോർഷൻസും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. മറ്റേത് ഡിപ്പാർട്ട്മെന്റ്സ് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പോയിട്ടുണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റില്, നമുക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാം അല്ലെ. ഇവിടെ ഹോസ്പിറ്റലിലെ മറ്റു വിഷയങ്ങൾ, അതായത് ക്ലിനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളല്ല കൂടുതലും നമ്മളിവിടെ പറയുന്നത്. മറ്റ് ഡിപ്പാർട്ട്മെന്റ്സും മറ്റ് പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. കുറച്ച് എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുത്താൽ മാത്രമേ തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ചാപ്റ്റർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. പ്രസന്റ് ചെയ്യുന്നത് കാണാമല്ലോ അല്ലെ, പ്രസന്റ് ചെയ്തിരിക്കുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ അല്ല. അപ്പൊ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അപ്പൊ ആ ഒരു ചാപ്റ്ററിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ഒരു ഹോസ്പിറ്റലില് സുരക്ഷയും സുരക്ഷിതത്വവും എങ്ങനെ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ അതിന് വേണ്ടി ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആവശ്യമാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള, ഹോസ്പിറ്റലുകാർ പാലിക്കേണ്ടതായിട്ടുള്ള കുറെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവിടുത്തെ ജീവനക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. പേഷ്യൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ എങ്ങനെ സേഫ്റ്റി സെക്യൂരിറ്റി ഉറപ്പുവരുത്താം, അത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത്. അപ്പൊ അത് നമ്മൾ 2 സെക്ഷൻ ആയിട്ടാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ സേഫ്റ്റിയെ കുറിച്ചും അതിനുശേഷം നമ്മൾ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പഠിക്കാം, ഒരുമിച്ചല്ല കേട്ടോ. അപ്പൊ വളരെ ചെറിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പറയുന്നില്ല, എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ സേഫ്റ്റിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. സേഫ്റ്റി, ഡിഫൈൻ സേഫ്റ്റി. ഫസ്റ്റ് തന്നെ എന്താണ് സേഫ്റ്റി, അല്ലെങ്കിൽ സേഫ്റ്റിയെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ എന്താണ് സേഫ്റ്റി എന്നതിനെ കുറിച്ചൊരു നിർവചനമാണ് ആദ്യമായി കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. എന്തെങ്കിലും പരിക്കുകളിൽ നിന്നോ അപകട സാധ്യതകളിൽ നിന്നോ അല്ലെങ്കിൽ ഹാംസ് അല്ലെ, ഉപദ്രവങ്ങളിൽ നിന്നോ മുക്തരായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മൾ സേഫ് ആണെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാ, നമുക്ക് പരിക്കുകളോ കാര്യങ്ങളോ പറ്റിയിട്ടില്ല, അപകട സാധ്യതകളൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് ഉപദ്രവങ്ങളൊന്നും ഏറ്റിട്ടില്ല, അത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്ന് മുക്തരായിരിക്കുന്നതിനെയാണ് നമ്മൾ സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So, management of any hospital has a twofold responsibility concerning safety.
അപ്പൊ ഏതൊരു ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഇത്തരത്തില് അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനെ ആയിക്കോട്ടെ, അവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും ആ ഒരു സുരക്ഷിതത്വം അവരെന്ത് ചെയ്യണം, കൃത്യമായിട്ട് നടപ്പിലാക്കണം അല്ലെ. വരുന്ന പേഷ്യൻസിന് സുരക്ഷ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ സുരക്ഷയും ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ അവിടെയുള്ള പേഷ്യൻസിനായിക്കോട്ടെ, അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ജീവനക്കാരോടുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അവർക്ക് യാതൊരുവിധ പരിക്കുകളോ ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ അപകട സാധ്യതകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതിൽ നിന്നൊക്കെ അവരെ മുക്തരാക്കിയിരിക്കുക എന്നതാണ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. അപകടങ്ങളിൽ നിന്നോ അപകട സാധ്യതകളിൽ നിന്നോ പരിക്കുകളിൽ നിന്നോ ഉപദ്രവങ്ങളിൽ നിന്നോ മുക്തരായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മാനേജ്മെന്റ് ഓഫ് എനി ഹോസ്പിറ്റൽ has a twofold responsibility concerning safety. ഏതൊരു ഹോസ്പിറ്റലിന്റെയും മാനേജ്മെന്റിന് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് twofold responsibility എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു ഇരട്ട ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. ആ twofold responsibility അല്ലെങ്കിൽ ആ ഒരു ഇരട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് to make the workplace and surroundings safe by creating safe condition. അപ്പൊ ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അതുപോലെ അവർക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു കണ്ടീഷൻ, സേഫ് കണ്ടീഷൻ, സുരക്ഷിതമായിട്ടുള്ളൊരു വർക്കിംഗ് എൻവയോൺമെന്റ്, അതുപോലെ തന്നെ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജോലി സ്ഥലമായിക്കോട്ടെ, അവരുടെ സറൗണ്ടിങ്സ്, അതിന് ചുറ്റുപാടുമുള്ള മറ്റു ഇടങ്ങളായിക്കോട്ടെ, അതെല്ലാം വളരെ സേഫ് ആയിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റിംഗ് എ സേഫ് കണ്ടീഷൻ, ഒരു നല്ല സുരക്ഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു നൽകുക എന്നതാണ് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി ടു എസ്റ്റാബ്ലിഷ് communicate to all concerned and enforce safety rules. അതുപോലെ തന്നെ enforce safety rules, സുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കുക, അതുമായി ബന്ധപ്പെട്ട ആളുകളോട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുകയും ചെയ്യുക. അപ്പോൾ ഏതൊരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെയും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ടൂഫോൾഡ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഇരട്ട ഉത്തരവാദിത്തങ്ങളാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് എ സേഫ് കണ്ടീഷൻ, ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിലൂടെ അവർക്ക് വളരെ അവരുടെ ജോലി ചെയ്യുന്ന ജോലി സ്ഥലമായിക്കോട്ടെ, അതിന് ചുറ്റുപാടുമായിക്കോട്ടെ വളരെ സേഫ് ആയിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായി അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് നൽകുക എന്നതാണ് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എൻഫോഴ്സ് സേഫ്റ്റി റൂൾസ്, സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുകയും ചെയ്യുക. റൂൾസ് അവിടെ പാലിപ്പിച്ചത് കൊണ്ട് അല്ലെങ്കിൽ റൂൾസ് അവിടെ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല അല്ലെ. അത് ആളുകളോടാണ്, പേഷ്യൻസിനോടാണെങ്കിലും അല്ലെങ്കിൽ അവിടെയുള്ള ജീവനക്കാരോടാണെങ്കിലും ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുകയും ചെയ്യണം. സോ ഈ രണ്ട് റെസ്പോൺസിബിലിറ്റിയും എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഏതൊരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെയും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ടൂഫോൾഡ് റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണ് എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ആ രണ്ടെണ്ണം കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എന്താണ് സേഫ്റ്റി എന്ന് പറഞ്ഞു? സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. അപകട സാധ്യതകളിൽ നിന്നോ പരിക്കുകളിൽ നിന്നോ ഉപദ്രവങ്ങളിൽ നിന്നോ മുക്തരായിരിക്കുന്നതിനെയാണ് നമ്മൾ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഏതൊരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെയും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ടൂഫോൾഡ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഇരട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒന്നാമത്തത് അവർക്ക് വളരെ സുരക്ഷിതമായ ഒരു പ്രവർത്തന അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് നൽകുക. അതിലൂടെ അവർക്ക് അവരുടെ ജോലി സ്ഥലത്തായിക്കോട്ടെ അതിനുള്ള ചുറ്റുപാടുമുള്ള മറ്റ് ഏരിയാസ് ആയിക്കോട്ടെ വളരെ സേഫ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് നൽകുക. രണ്ടാമതെന്ന് പറഞ്ഞത് സുരക്ഷയുമായി ബന്ധപ്പെട്ട കൃത്യമായ സേഫ്റ്റി റൂൾസ് അല്ലെങ്കിൽ സുരക്ഷാ നിയമങ്ങൾ കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കുകയും അത് കൃത്യമായിട്ട് അതാത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുകയും ചെയ്യുക. അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ.
വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ആണോ? ക്ലിയർ ആണോ അത്? ഓക്കെ അല്ലേ? ഓക്കെ. Then അടുത്തത് safety awareness. Safety awareness is the knowledge of work-related risk is necessary. അപ്പൊ safety awareness എന്ന് പറഞ്ഞാൽ സുരക്ഷാ ഒരു അവബോധം അല്ലെ? സുരക്ഷാ അവബോധം. അപ്പൊ ഇവിടെ സേഫ്റ്റി അവയർനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോളജ് ഓഫ് വർക്ക് റിലേറ്റഡ് റിസ്ക് ആണ്. അതായത് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെ കുറിച്ചൊരു അറിവ് അല്ലെ? നമുക്ക് എപ്പോഴും ഏത് ജോലി ചെയ്യുമ്പോഴും ആ ജോലിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെ കുറിച്ചുള്ള ഒരു അറിവ് വളരെ അനിവാര്യമാണ്. അത് എന്ത് ജോലിയുമായിക്കോട്ടെ, ഏതൊരു ജോലിക്കും അതിൻ്റെതായ അപകട സാധ്യതകളും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകും അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെ കുറിച്ചുള്ള ഒരു അറിവാണ് സേഫ്റ്റി അവയർനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then lab, nursing floors, laundry and kitchen demand special instructions and road safety rules. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ലബോറട്ടറീസ്, നഴ്സ് കെയർ കൊടുക്കുന്ന നഴ്സിംഗ് ഫ്ലോറുകള്, ലോണ്ടറി അല്ലെ, അലക്കുശാലകള്, കിച്ചൺ മുതലായ ഇടങ്ങളെല്ലാം സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്, പ്രത്യേക നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ റോഡ് സേഫ്റ്റി റൂൾസ്, വിശാലമായിട്ടുള്ള സുരക്ഷാ നിയമങ്ങളൊക്കെ ആവശ്യമായി വരുന്ന ഇടങ്ങളാണ്. കാരണം ഇത്തരം ഇടങ്ങളിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളും അത്തരം ബേസുകളിൽ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ വിശാലമായിട്ടുള്ള സേഫ്റ്റി റൂൾസ് പാലിക്കേണ്ടതും വളരെ അനിവാര്യമായിട്ടുള്ള സ്ഥലങ്ങളാണ്. സോ എംപ്ലോയി ഷുഡ് ഡെവലപ്പ് എ സേഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സേഫ് ബിഹേവിയർ. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് വളരെ സുരക്ഷിതമായ ഒരു മനോഭാവവും ഒരു സുരക്ഷിതമായ പെരുമാറ്റവും ആര് കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ആര് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഓരോരുത്തരും വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. Then the causative factor for most accidents are more human than environment. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോസിറ്റീവ്, അതായത് നമുക്കറിയാം ഏതൊരു പ്രശ്നം, ഇപ്പൊ പോസിറ്റീവ് ഫാക്ടർ ഫോർ മോസ്റ്റ് ആക്സിഡന്റ്, മിക്ക ആക്സിഡന്റുകളുടെയും പ്രധാനപ്പെട്ട കാരണമായ ഘടകം എന്ന് പറയുന്നത് എന്താണ്? മോർ ഹ്യൂമൻ ദാൻ എൻവയോൺമെന്റ് അല്ലെ? പരിസ്ഥിതിയേക്കാൾ കൂടുതൽ മനുഷ്യർ മൂലമല്ലേ പലതരത്തിലുള്ള ആക്സിഡന്റ്സ് അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ? പരിസ്ഥിതിയേക്കാൾ മനുഷ്യരാണ് അതിന് കാരണമാവുന്നതാണ് അല്ലെ? അപ്പൊ സേഫ്റ്റി അവയർനെസ് എന്ന് പറഞ്ഞാൽ സുരക്ഷാ അവബോധമാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ജോലി, അതാണ് നോളജ് ഓഫ് വർക്ക് റിലേറ്റഡ് റിസ്ക്. നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെ കുറിച്ച് നമുക്കുണ്ടാവുന്ന ഒരു അറിവിനെയാണ് നമ്മൾ സേഫ്റ്റി അവയർനെസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു അറിവുണ്ട്, ഇന്ന ജോലിയുമായി ബന്ധപ്പെട്ട് ഇന്ന അപകട സാധ്യതകൾ ഉണ്ടാവാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? മുൻകരുതൽ എടുക്കാനും സാധിക്കും അല്ലെ? അതാണ് സേഫ്റ്റി അവയർനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലബോറട്ടറീസ്, നഴ്സിംഗ് ഫ്ലോറുകള്, ലോണ്ടറി ആൻഡ് കിച്ചൺ മുതലായ ഇടങ്ങളിലെല്ലാം പ്രത്യേക നിർദ്ദേശങ്ങളും അതുപോലെ വിശാലമായിട്ടുള്ള സേഫ്റ്റി റൂൾസ്, സുരക്ഷാ നിയമങ്ങളൊക്കെ നടപ്പിലാക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഓരോ ഹോസ്പിറ്റൽ, ഒരു സ്ഥാപനത്തിലെ ഓരോ എംപ്ലോയീസും വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു മനോഭാവവും സുരക്ഷിതമായ ഒരു പെരുമാറ്റവും വളർത്തിയെടുക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മിക്ക ആക്സിഡന്റ്സിന്റെയും ഒരു പോസിറ്റീവ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു കാരണമാകുന്ന ഘടകം എന്ന് പറയുന്നത് പരിസ്ഥിതിയേക്കാൾ കൂടുതൽ മനുഷ്യർ തന്നെയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി സേഫ്റ്റി അവയർനെസ്. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. നെക്സ്റ്റ് ഹോസ്പിറ്റൽ സേഫ്റ്റി റൂൾസ്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സേഫ്റ്റി റൂളുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇനി ഓരോരോ സെക്ഷൻ തിരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മള് ജനറൽ സേഫ്റ്റി റൂൾസ് ആണ് പഠിക്കുന്നത്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് കേട്ടോ, അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അവര് പാലിക്കേണ്ട കുറച്ച് പൊതുവായിട്ടുള്ള സേഫ്റ്റി റൂളുകളുണ്ട്. അതാണ് നമ്മൾ താഴെ ഇനി ഓരോന്നും പഠിക്കുന്നത്. എളുപ്പമാണ് കേട്ടോ.
ഫസ്റ്റ് വൺ ആണ് റൈറ്റ് വേ ടു ഡു എ ജോബ് ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് ദ സേഫ് വേ. അല്ലെ, എപ്പോഴും നമ്മളൊരു ശരിയായ രീതിയിൽ, അതായത് ഒരു ഹോസ്പിറ്റലിലെ ഏതൊരു ജോലി ആയിക്കോട്ടെ ആ ജോലി ചെയ്യുന്നതിനുള്ള ശരിയായ മാർഗം എന്ന് പറയുന്നത് അത് ശരിയായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെ, ഏതൊരു ജോലിയും ചെയ്യാവുന്ന ശരിയായ ഒരു മാർഗത്തിലൂടെ അല്ലെങ്കിൽ ശരിയായ രീതിയിലൂടെ അത് ചെയ്യുക എന്നതാണ് ശരിയായിട്ടുള്ള ഒരു മാർഗം. Then know your job absolutely. അതുപോലെ നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം, വേണ്ടേ? അതുപോലെ മൂന്നാമത്തത് whenever there is a doubt, do not indulge in guesswork. Ask the supervisor. ഇനി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യമോ എന്തെങ്കിലും സംശയം വന്നു വിചാരിക്കാം. നമ്മൾ ഒരിക്കലും ഡു നോട്ട് ഇൻഡൾജ് ഇൻ ഗസ്വർക്ക്, ഒരിക്കലും ഗസ്വർക്ക് അല്ലെങ്കിൽ ഊഹാപോഹത്തിൽ ഏർപ്പെടാൻ പറ്റരുത്. മറിച്ച് എന്ത് ചെയ്യുക, നമുക്കൊരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു സംശയം വന്നാൽ നമ്മൾ നേരെ നമ്മുടെ സൂപ്പർവൈസേഴ്സിനോട് ചോദിച്ച് ചെയ്യുക. അടുത്തത് നെവർ ഹാൻഡിൽ ഓർ ഓപ്പറേറ്റ് മെഷീനറി ടൂൾസ് എക്യുപ്മെന്റ് വിത്തൗട്ട് ഓതറൈസേഷൻ. അതുപോലെ ഹോസ്പിറ്റൽസിൽ ഒരുപാട് മെഷീനറീസ് ഉണ്ട്, ടൂൾസ് ഉണ്ട്, എക്യുപ്മെന്റുകളുണ്ട്, അല്ലെ? അപ്പൊ അതെല്ലാം നമുക്ക് പ്രവർത്തിപ്പിക്കാം. എങ്ങനെ മാത്രം? വിത്തൗട്ട് ഓതറൈസേഷൻ, അതായത് അതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ അംഗീകാരമോ അല്ലെങ്കിൽ അനുവാദമോ ഇല്ലാതെ ഒരു വ്യക്തി പോലും അവിടെയുള്ള മെഷീനറീസോ ടൂൾസോ എക്യുപ്മെന്റുകളോ കൈകാര്യം ചെയ്യുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യരുത്. ആൻഡ് ബി വിജിലന്റ് ആൻഡ് ഒബ്സർവ് ഈഗർലി. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് എപ്പോ വേണമെങ്കിലും നമുക്കൊരു അപകടം വരാം, ശരിയല്ലേ? മുൻകൂട്ടി പ്രവചിച്ചിട്ടൊന്നും അല്ലല്ലോ അപകടങ്ങൾ വരുന്നത്, അല്ലെ? എപ്പോ വേണമെങ്കിലും വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ ജാഗ്രതയോടുകൂടിയും വളരെ നിരീക്ഷണത്തോടു കൂടിയുമായിരിക്കണം ഓരോ ജോലിയും ചെയ്യുന്നത്. Then report instantly any faulty equipment. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തകരാറുകളോ കാര്യങ്ങളോ കാണുകയാണെങ്കിൽ ഉടനടി അത് ബന്ധപ്പെട്ട ആളുകളോട് റിപ്പോർട്ട് ചെയ്യുക. Then unsafe condition or act defective or broken equipment. അതുപോലെ തന്നെ ഇപ്പോൾ ഫോൾട്ടി എക്യുപ്മെന്റ് ആവാം, തകരാറുകളുള്ള ഉപകരണങ്ങളാവാം, സുരക്ഷിതമല്ലാത്തൊരു കണ്ടീഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില ഉപകരണങ്ങൾ ചിലപ്പോ പൊട്ടിപ്പോയിട്ടുണ്ടാവും, ഏതെങ്കിലും ഭാഗങ്ങൾ പൊട്ടിപ്പോയതായിട്ടുണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള ഏതൊരു ഉപകരണങ്ങളോ കാര്യങ്ങളോ തകരാറുകളോ ഉള്ളതോ എന്തോ ആയിക്കോട്ടെ, ഉടനെ അത് കാണുകയാണെങ്കിൽ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ അത് ബന്ധപ്പെട്ട അധികാരികളോട് റിപ്പോർട്ട് ചെയ്യുക. Then അടുത്തത് to be physically and emotionally fit for your work by maintaining good health and proper diet. നമ്മൾ എപ്പോഴും നമ്മുടെ ആ ഒരു ജോലിയിൽ വളരെ ഫിസിക്കലി ശാരീരികമായിട്ടും ഇമോഷണലി നല്ല രീതിയിൽ ഫിറ്റ് ആയിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്, അല്ലെ? എപ്പോഴും നമ്മൾ നല്ലൊരു ഹെൽത്തും അതുപോലെ ശരിയായ ഒരു ഡയറ്റും ആര് ഫോളോ ചെയ്തിരിക്കണം? ആ എംപ്ലോയീസ് ഫോളോ ചെയ്തിരിക്കണം. അതുപോലെ റീഫ്രെയിൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, ആൽക്കഹോളിക് ഡ്രിങ്കുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. അപ്പൊ അവർ ജോലി ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആൽക്കഹോളിക് ആയിട്ടുള്ള സാധനങ്ങളോ കാര്യങ്ങളോ ഡ്രിങ്ക്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അതിലൂടെ ഒരുപാട് അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ പേഴ്സണൽ ഹൈജീൻ ഇസ് ഇമ്പോർട്ടന്റ്, അല്ലെ? വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി, ഇടയ്ക്കിടയ്ക്ക് പതിവായിട്ട് നമ്മുടെ ഹാൻഡ്സ് വാഷ് ചെയ്യുക. അതുപോലെ റിപ്പോർട്ട് ടു ദ ഡോക്ടർ whenever you are ill with infection instantly and stay at home. ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വന്നു, എന്തെങ്കിലും ഇൻഫെക്ഷൻ മൂലമുള്ള അസുഖങ്ങളോ ഫീവർ ആവാം, മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ഉടനെ തന്നെ ഡോക്ടറുമായിട്ട് റിപ്പോർട്ട് ചെയ്ത് വളരെ സ്റ്റേ അറ്റ് ഹോം, അതായത് അവിടെ ജോലിക്ക് വരാതെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക? റെസ്റ്റ് എടുക്കുക. അവരുടെ ആ ഒരു ഇൻഫെക്ഷനും മറ്റൊരു അസുഖം അതുമായി ബന്ധപ്പെട്ട അസുഖമൊക്കെ മാറിയിട്ട് മാത്രമേ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഇത്രയും നമുക്ക് പറഞ്ഞിട്ട് ബാക്കി ഭാഗത്തോട് പറയാം കേട്ടോ. അപ്പൊ നോക്കിയേ, ജനറൽ സേഫ്റ്റി റൂൾസ്, അതായത് ജീവനക്കാര് പാലിക്കേണ്ട ജനറൽ സേഫ്റ്റി റൂൾസ് ആണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. റൈറ്റ് വേ ടു ഡു എ ജോബ് ഇൻ ദ ഹോസ്പിറ്റൽ ഇസ് ദ സേഫ് വേ. ഇപ്പൊ ഏതൊരു ജോലി ആയിക്കോട്ടെ, ജോലി ചെയ്യാനുള്ള ശരിയായ മാർഗം എന്ന് പറയുന്നത് അത് ശരിയായ രീതിയിൽ ചെയ്യുക എന്നതാണ്, ശരിയായ വഴിയിലൂടെ ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ നോ യുവർ ജോബ് അബ്സല്യൂട്ട്ലി. നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയെ കുറിച്ചുള്ള കൃത്യമായ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. മൂന്നാമത്തത്, നമുക്കതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വന്നാൽ ഒരിക്കലും അവിടെ ഒരു ഊഹാപോഹത്തിന്
എടുക്കാതെ മറിച്ച് എന്ത് ചെയ്യുക, നമ്മൾ സൂപ്പർവൈസർ ആയിട്ടുള്ള വ്യക്തികളോട് ചോദിച്ചത് മനസ്സിലാക്കിയ സംശയം എന്ത് ചെയ്യുക, മനസ്സിലാക്കി സംശയം മാറ്റിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, ആ ജോലികൾ തുടരുക. അതുപോലെ തന്നെ അവിടെ മെഷീനറീസ് ഉണ്ടാവും, ടൂൾസ് ഉണ്ടാവും, എക്യുപ്മെന്റുകൾ ഉണ്ടാവും. അതൊന്നും അതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ അംഗീകാരമോ അനുവാദമോ ഇല്ലാതെ പ്രവർത്തിപ്പിക്കാനോ കൈകാര്യം ചെയ്യാനോ പാടില്ല. അതുപോലെ എപ്പോഴും വളരെ ജാഗ്രതയോടുകൂടി വളരെ നിരീക്ഷണത്തോടു കൂടിയായിരിക്കണം ഓരോ ജോലിയും ചെയ്യേണ്ടത്. അതുപോലെ എന്തെങ്കിലും തകരാറുകളുള്ള ഉപകരണങ്ങളാണ്, ഡിഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അൺസേഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് ആ ഒരു ഉപകരണത്തിനുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില എക്യുപ്മെന്റുകൾ പൊട്ടിപ്പോയിട്ടുണ്ട്, അത്തരം സിറ്റുവേഷൻസോ കാര്യങ്ങളോ വന്നാൽ അത്തരം സന്ദർഭങ്ങൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാനും അതിനു വേണ്ടത് ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ബന്ധപ്പെട്ട അധികാരികളോട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അതുപോലെ ടു ബി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ് ഫോർ യുവർ വർക്ക്. നമ്മൾ എപ്പോഴും ഒരു എംപ്ലോയി ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ജോലിയിലേക്ക് ഫിസിക്കലി ആയിക്കോട്ടെ ഇമോഷണലി ഫിറ്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, നല്ലൊരു ഗുഡ് ഹെൽത്തും അതുപോലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുപോലെ റീഫ്രെയിൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. എപ്പോഴും ജോലി സമയങ്ങളിൽ ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ നിന്ന് വിട്ടു നിൽക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലെ. ഇപ്പോൾ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ മറ്റു രീതിയിലുള്ള അല്ലെ ആൽക്കഹോൾസ് യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഇവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ആ ജോലി ചെയ്യുന്ന ആ ഒരു സമയത്തെങ്കിലും അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ദെൻ പേഴ്സണൽ ഹൈജീൻ ഇസ് ഇമ്പോർട്ടന്റ്. വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പതിവായിട്ട് ഹാൻഡ്സ് എന്ത് ചെയ്യുക, വാഷ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇപ്പോൾ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കാം. അവിടുത്തെ എംപ്ലോയീസിന്റെ കാര്യമായിട്ട് പറയുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടേഴ്സിനെ റിപ്പോർട്ട് ചെയ്യുകയും അവരുടെ നിർദ്ദേശപ്രകാരം സ്റ്റേ അറ്റ് ഹോം, വീട്ടിൽ തന്നെ അവർ താമസിക്കുക. ആ ഒരു രോഗം പൂർണ്ണമായും മാറിയതിനു ശേഷം മാത്രം തിരികെ ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അപ്പൊ ഇവരിൽ നിന്ന് ഇൻഫെക്ഷൻ മറ്റാളുകളിലേക്ക് പകരുന്നത് വഴിയുള്ള അങ്ങനെയുള്ള അപകടങ്ങൾ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ശരി. ദെൻ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കേട്ടോ, ജനറൽ സേഫ്റ്റി റൂൾസ് ആണ്. അടുത്ത കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ അടുത്തതായിട്ട് പറയാണ്, കോപ്പറേറ്റ് വിത്ത് ദ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി by observing procedures already established. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റീസ് ഉണ്ട് അല്ലെ. HA എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലെ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റീസ് ഉണ്ട്.
സോ അത്തരത്തില് ഹോസ്പിറ്റലിലുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അവിടെ ഓൾറെഡി സ്ഥാപിച്ചിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിരീക്ഷിക്കുകയും അവരുമായിട്ട് ശരിയായ രീതിയിൽ സഹകരിക്കുകയും ചെയ്യുക. അടുത്തത് wear proper uniform and clothing for your job. നമ്മുടെ ജോലിക്ക് അനുസൃതമായിട്ടുള്ള ശരിയായ യൂണിഫോംസ് അല്ലെങ്കിൽ വസ്ത്രങ്ങളോട് ധരിക്കുക. നമ്മൾ കണ്ടിട്ട് ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട അവർക്ക് യൂണിഫോമുകളുണ്ട് അല്ലെ, മിക്ക ജോലിക്കും അവരുടേതായ യൂണിഫോംസ് ഉണ്ട് അല്ലെ. അപ്പൊ അവർ നെയ്തർ ടു ടൈറ്റ്, ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ളത്, ഒരുപാട് നോ ടു ടൈറ്റ് ഓർ നോ ടു ലൂസ് അല്ലെ, ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ളതും ഒരുപാട് ലൂസ് ആയിട്ടുള്ളതും ഇടരുത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ജ്വല്ലറീസ് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഹൈ ഹീൽഡ് ആയിട്ടുള്ള ഫുഡ് വെയേഴ്സ് മുതലായവയൊക്കെ ചിലപ്പോൾ അപകടങ്ങൾ വിളിച്ചു വരുത്തിയേക്കാം. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ നമ്മുടെ ജോലിക്ക് അനുയോജ്യമായ രീതിയിലുള്ള വസ്ത്രങ്ങളോ യൂണിഫോമുകളോ ധരിക്കുക. അത് ഒരുപാട് ടൈറ്റും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. അതുപോലെ തന്നെ ജ്വല്ലറീസ്, ഹൈ ഹീൽഡ് ആയിട്ടുള്ള ഫുഡ് വെയേഴ്സ് മുതലായവയൊക്കെ അപകടങ്ങൾ വരുത്തിയേക്കാം. അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ walk not run, especially when you are taking delicate breakable article or instruments. അതുപോലെ തന്നെ ഇപ്പോ വളരെ ഡെലിക്കേറ്റ് ആണ്, വളരെ മൃദുവായിട്ടുള്ള ലോലമായിട്ടുള്ള പൊട്ടിപ്പോകുന്ന എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സോ ആർട്ടിക്കിൾസോ ഒക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഓടരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. വളരെ നടന്ന് സാവകാശം അത് കൊണ്ടുപോകും. കാരണം ഓടുകയാണെങ്കിൽ ധൃതി പിടിച്ച് നമ്മൾ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ അത് എവിടെയെങ്കിലും തട്ടി ഈ പറയുന്ന ഉപകരണങ്ങളോ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽസോ കാര്യങ്ങളോ എന്ത് ചെയ്യാം, പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ലോലമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രേക്കബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സോ കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും നോട്ട് റൺ ആൻഡ് വാക്ക്, എന്താണ് ഒരിക്കലും അത് ഓടല്ല, നടന്ന് പോവാനായിട്ട് ശ്രമിക്കുക. Then if you see a foreign material, use wire, oil spill, etc. on the floor, that may be the cause of an accident. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ലൂസ് ആയിട്ട് വയറുകൾ കിടക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോ ഓയിൽ വീണിട്ടുണ്ട്, അപ്പൊ അങ്ങനെ എന്തെങ്കിലും വെള്ളം വീണ് കിടപ്പുണ്ട്. അത്തരം സാഹചര്യം അങ്ങനെയുള്ള എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ് നമ്മുടെ ആ ഒരു ഫ്ലോറിൽ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതുപോലും ചിലപ്പോൾ എന്താണ് അപകടങ്ങൾ അല്ലെങ്കിൽ ആക്സിഡന്റ്സ് ഉണ്ടാവാനായിട്ട് കാരണമാവാം. സോ അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ പ്രാക്ടിക്കൽ ജോക്സ്, അതായത് കളിതമാശകളിൽ ഏർപ്പെടുത്തുന്ന ഉദ്ദേശിക്കുന്നത് ഡു നോട്ട് ഇൻഡൾജ് ഇൻ പ്രാക്ടിക്കൽ ജോക്സ് ഇൻവോൾവിംഗ് ഫയർ, ആസിഡ്, വാട്ടർ, കംപ്രസ്ഡ് എയർ ആൻഡ് അതർ പൊട്ടൻഷ്യലി ഹസാർഡസ് തിങ്സ്. അതുപോലെ തന്നെ ഇപ്പോ ഫയർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആസിഡ് ഉപയോഗിച്ചോ വാട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർസ് ഉപയോഗിച്ചുകൊണ്ടൊക്കെയുള്ള പൊട്ടൻഷ്യൽ, ഇതൊക്കെ നമുക്ക് അപകടകരമായിട്ടുള്ള വളരെ വലിയ രീതിയിൽ അപകട സാധ്യത നിറഞ്ഞ സാധനങ്ങളാണ്. സോ അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാക്ടിക്കൽ ജോക്സ് അല്ലെങ്കിൽ കളിതമാശകളിൽ ഏർപ്പെടാതിരിക്കുക. നമ്മൾ കുഞ്ഞുനാള് മുതലേ വെള്ളമൊക്കെ എടുത്ത് കളിക്കാറുണ്ട് അല്ലെ, കളിക്കാറില്ലേ? നമ്മുടെ ഫ്രണ്ട്സിന്റെ മേത്തോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിന്റെ അടുത്തോ ഒക്കെ നമ്മൾ കളിക്കാറില്ലേ? ഒഴിച്ചൊക്കെ കളിക്കാറില്ലേ? തീ വെച്ച് കാണിച്ച് കളിക്കാറില്ലേ? നമ്മൾ കുഞ്ഞായിരിക്കുമ്പൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. സോ അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഒരിക്കലും ഫയറോ ആസിഡോ വാട്ടറോ കംപ്രസ്ഡ് എയറോ വെച്ച് ഒരിക്കലും കളിതമാശകളിൽ ഏർപ്പെടാതിരിക്കുക. അത്തരം കാര്യങ്ങൾ, കാരണം ഇതെല്ലാം അപകട സാധ്യത നിറഞ്ഞ വസ്തുക്കളായതുകൊണ്ട് പലതരത്തിലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തിയേക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വാർണിംഗ് ബോർഡ്സ് കണ്ടിട്ടുണ്ടോ? മുന്നറിയിപ്പ് ബോർഡുകള് പലതുമായി ബന്ധപ്പെട്ട് അല്ലെ. സോ അത്തരം വാർണിംഗ് ബോർഡുകൾ കണ്ടാൽ പേ അറ്റൻഷൻ ടു ഓൾ വാർണിംഗ് ബോർഡ്സ്, എല്ലാ വാർണിംഗ് ബോർഡുകൾക്കും ഒരു ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത്. ദിസ് സൈൻ വാർൺ യു അബൌട്ട് ഡേഞ്ചേഴ്സ് ആൻഡ് ഹസാർഡ് ദാറ്റ് മേ കോസ് ഇഞ്ചുറി ഓർ ഹാം അല്ലെ. ശരിക്കും ഈ ഒരു മുന്നറിയിപ്പ് ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് വളരെ, അതായത് ഇത് നമ്മളെ മുന്നറിയിപ്പ് നൽകാണ്, ഈ വാൺ ചെയ്യാണ്. ഇന്ന പേരിലേക്ക് പോയാൽ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ അത് നമുക്ക് എന്തെങ്കിലും പരിക്കുകളോ അല്ലെങ്കിൽ ഉപദ്രവങ്ങളോ അതുവഴി ഉണ്ടാവാം. സോ അത്തരത്തിലുള്ള ഡേഞ്ചേഴ്സ് അല്ലെങ്കിൽ ഹസാർഡ്സ് അവിടെ ഉണ്ട് എന്നതിന്റെ ഒരു മുന്നറിയിപ്പാണ് നമുക്ക് തരുന്നത്. സോ അതൊരിക്കലും അവോയ്ഡ് ചെയ്യാതെ അത്തരം വാർണിംഗ് ബോർഡുകൾ കണ്ടാൽ അതിനൊരു ശ്രദ്ധ കൊടുക്കുക.
പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വർക്ക് പ്രൊസീജിയർ, ബി ഫെമിലിയർ വിത്ത് യുവർ വർക്ക് പ്രൊസീജിയർ ഇൻക്ലൂഡിംഗ് സേഫ്റ്റി പ്രാക്ടീസസ് ആൻഡ് വർക്ക്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് സേഫ്റ്റി ഉറപ്പുവരുത്താം, സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെങ്കിൽ സേഫ്റ്റി പ്രാക്ടീസസ് അല്ലെങ്കിൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും, അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പരിചിതരായിരിക്കണം. അതുപോലെ ഹാൻഡ് റെയിൽസ്, ഓൾവേസ് യൂസ് ഹാൻഡ് റെയിൽസ് ഓൺ സ്റ്റെയർവേസ് ഓഫ് റാംസ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റെയർ കേസ് കയറുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ റാമ്പുകൾ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ റാംസ് കണ്ടിട്ടില്ലേ, ചെറിയ പ്രതലങ്ങൾ കണ്ടിട്ടില്ലേ, നമുക്ക് വീൽ ചെയർസും സ്ട്രക്ചേഴ്സ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കണ്ടിട്ടുണ്ടോ? അതാണ് റാമ്പ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ കണ്ടിട്ടില്ലേ, പ്രത്യേകിച്ച് കാഷ്വാലിറ്റി ഏരിയയുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ചെരിഞ്ഞ പ്രതലങ്ങള്. ആ ഒരു ഭാഗത്തൊക്കെ എപ്പോഴും എന്തുണ്ടാവാറുണ്ട്, ഹാൻഡ് റെയിൽസ് ഉണ്ടാവാറുണ്ട്, കണ്ടിട്ടില്ലേ, നമുക്ക് പിടിച്ചു കയറാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ സ്റ്റെയറുമായി ബന്ധപ്പെട്ടും ഹാൻഡ് റെയിൽസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ ഇത് കൊടുത്തിരിക്കുന്ന സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട റീസൺ കൊണ്ടാണ് അല്ലെ. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു റാമ്പ് യൂസ് ചെയ്യുമ്പോഴോ സ്റ്റെയർ യൂസ് ചെയ്യുമ്പോഴോ എപ്പോഴും ഹാൻഡ് റെയിൽസ് എപ്പോഴും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഓവർ ഹെഡ് ഒബ്ജക്ട്സ്, അതായത് ഉയരത്തിൽ വെക്കുന്ന സാധനങ്ങൾ. അപ്പൊ നമ്മുടെ when you try to take object overhead object, അതായത് നമ്മുടെ ഉയരത്തിലിരിക്കുന്ന ഒബ്ജക്ട്, നമ്മുടെ തലയ്ക്ക് മുകളിൽ അല്ലെ, നമ്മുടെ ഉയരത്തിലിരിക്കുക അല്ലെങ്കിൽ വളരെ ഉയരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് മുകളിലൊക്കെ ആയിട്ട് വെക്കുന്ന സാധനങ്ങൾ ഉണ്ടാവാം അല്ലെ. കബോർഡോ ഷെൽഫോ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ എടുക്കണമെങ്കിൽ ഓൾവേസ് യൂസ് എ ഗുഡ് ലാഡർ, എപ്പോഴും നല്ലൊരു ലാഡർ അല്ലെങ്കിൽ വീട് യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം അത് എടുക്കേണ്ടത്. അല്ലാതെ ഡു നോട്ട് ക്ലൈംബ് ഓൺ ചെയർ എന്നാണ് അവിടെ, ഡു നോട്ട് ക്ലൈംബ് ഓൺ ചെയർ ഓൺ ബോക്സസ്, അല്ലാതെ ഒരിക്കലും കസേരകളിലോ അല്ലെങ്കിൽ ബോക്സുകളുടെയോ മുകളിൽ കയറി നിന്ന് എടുക്കാൻ ശ്രമിക്കാതെ എപ്പോഴും ഒരു നല്ല ലാഡർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത് എടുക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടി പറയാണ് മിസ്, ഫസ്റ്റ് ഹാഫ് നമ്മൾ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് അടുത്തത് പറഞ്ഞത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഓൾറെഡി ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സിനെ നിരീക്ഷിക്കുകയും അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്യുക. രണ്ടാമത്തത് അവർ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയുമായി ബന്ധപ്പെട്ട അനുയോജ്യമായിട്ടുള്ള യൂണിഫോം അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ധരിക്കുക. ഒരിക്കലും വളരെ ടൈറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ വളരെ ലൂസ് ആയിട്ടുള്ളതോ ധരിക്കാതിരിക്കുക. അതുപോലെ ജ്വല്ലറി, ഹൈഫീൽഡ് ആയിട്ടുള്ള ഫുഡ് വെയർസ് മുതലായവയൊക്കെ അപകട സാധ്യതകൾ വിളിച്ചു വരുത്തുന്നത് കൊണ്ട് തന്നെ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ എനിക്ക് വളരെ ലോലമായിട്ടുള്ള ബ്രേക്കബിൾ ആയിട്ടുള്ള പൊട്ടിപ്പോകുന്ന ആർട്ടിക്കിൾസോ ഇൻസ്ട്രുമെന്റ്സോ ഒക്കെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരിക്കലും ഓടാതെ പതുക്കെ നടന്നു പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ നടക്കുന്ന ആ ഒരു ഫ്ലോറിൽ എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ്, ലൂസ് വയറുകളോ അല്ലെങ്കിൽ ഓയിൽ വീണ് കിടപ്പുണ്ടാവും, വെള്ളം വീണ് കിടപ്പുണ്ടാവും, അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോ ആക്സിഡന്റിന് വന്നേക്കാം അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടായേക്കാം, അതൊക്കെ ഒഴിവാക്കുക. അതുപോലെ ഫയർ, ആസിഡ്, വാട്ടർ, സ്റ്റെയർ മുതലായവയ്ക്ക് അപകട സാധ്യതകൾ വരുത്തുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ തിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കളിതമാശകളിൽ ഏർപ്പെടാതിരിക്കുക. അതുപോലെ ഏതൊരു വാർണിംഗ് ബോർഡ് ആണെങ്കിലും അതിനൊരു ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള വാർണിംഗ് ബോർഡുകളിലൂടെ അപകടങ്ങളും അതുപോലെ പലതരത്തിലുള്ള ഹസാർഡ്സ് അല്ലെങ്കിൽ ഡേഞ്ചേഴ്സ് വഴി ഉണ്ടാകുന്ന ഇഞ്ചറി അല്ലെങ്കിൽ ഹാമിനെ കുറിച്ചുള്ളൊരു മുന്നറിയിപ്പാണ് നമ്മൾ തരുന്നത്. അതുപോലെ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന വർക്കുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വർക്ക് വളരെ സേഫ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയേഴ്സിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് നമുക്ക് പരിചിതമായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട സേഫ്റ്റി റൂൾസ് അല്ലെങ്കിൽ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നതിനെ കുറിച്ചും നമ്മൾ പരിചിതരായിരിക്കണം. അതുപോലെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉയരത്തിൽ വെച്ചിട്ടുള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ സാധനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി എപ്പോഴും ഒരു ഫുഡ് ലാഡർ യൂസ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും ചെയറിന്റെയോ ബോക്സിന്റെയോ മുകളിൽ കയറി അത് എത്തിയെടുക്കാൻ നോക്കരുത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ.
വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് നമ്മള് സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ കേട്ടോ. സേഫ്റ്റി പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട സുരക്ഷ നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും, അതിനു വേണ്ടിയുള്ള സേഫ്റ്റി റൂൾസ് ആണ്. പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട സേഫ്റ്റി കേട്ടോ. സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. അപ്പൊ നോക്കിയ ഫസ്റ്റ് വൺ ആണ് പ്രിവെന്റ് ഫോളിംഗ് ഫ്രം ബെഡ്. പേഷ്യൻസ് ബെഡിൽ നിന്ന് താഴെ വീഴുന്നതിനെ തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫീബിൾ, ഡിസ്ഓറിയന്റഡ് ആൻഡ് പേഷ്യന്റ് who are under sedation frequently try to get on or off the bed unaided. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ബലഹീനരായിട്ടുള്ളവര്, അല്ലെങ്കിൽ ഒരു ദിശാബോധമില്ലാത്ത, അല്ലെങ്കിൽ സെഡേഷനിലുള്ള, സെഡേഷൻ ഇപ്പൊ മയക്കത്തിലൊക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവര് മയക്കമൊക്കെ മാറി വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് എവിടെയാണ് കിടക്കുന്നതെന്നോ അല്ലെങ്കിൽ എവിടെയാണ് അവർ നിൽക്കുന്നതെന്നോ ഉള്ള ഒരു ബോധമോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. സോ അത്തരത്തിലുള്ള ആളുകൾ ചിലപ്പോ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ ചിലപ്പോ പെട്ടെന്ന് ബെഡിൽ നിന്ന് ചാടി ഇറങ്ങാം, പെട്ടെന്ന് ബെഡിലേക്ക് ചാടി കയറാം, അല്ലെ? അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അവർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ ബെഡിൽ നിന്ന് താഴെ വീഴാനും പരിക്ക് പറ്റാനും സാധ്യതയുണ്ട്. സോ എപ്പോഴും നമ്മൾ ആ പേഷ്യൻസിനെ എന്ത് ചെയ്യുക, ട്രൈ ടു മേക്ക് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ്. പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്ത് മനസ്സിലാക്കുക? ദേ റിക്വയർ അസിസ്റ്റൻസ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ സഹായം ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾ അത്ര രീതിയിൽ ഒരു ഹെൽത്തി അല്ല ഈ ഒരു കണ്ടീഷനിൽ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എണീക്കാനോ അല്ലെങ്കിൽ എന്താണ് താഴേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ കിടക്കാനോ ഒന്നും പറ്റാത്തൊരു സന്ദർഭമാണ്. ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരാളുടെ സഹായം ആവശ്യമാണ് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലൂടെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തത് പേഷ്യൻസ് ബിലോങ്ങിങ് ഷുഡ് ബി കെപ്റ്റ് വിത്തിൻ റീച്ച്. അതുപോലെ തന്നെ നമുക്കൊരു ഹോസ്പിറ്റലിൽ ചെന്ന പേഷ്യൻസിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെയുള്ള അടുത്ത് തന്നെ ആയിരിക്കും കബോർഡ്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുക, അല്ലെ? ഒരുപാട് ദൂരെയൊക്കെയാണോ വെക്കാറ്? അല്ല. പേഷ്യൻസിന്റെ ബിലോങ്ങിങ്സ്, പേഷ്യൻസിന്റെ സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് അടുത്ത് തന്നെ വെക്കാനുള്ള സൗകര്യങ്ങൾ എന്ത് ചെയ്യുക, നടപ്പിലാക്കുക. അപ്പൊ ഒരിക്കലും പേഷ്യൻസിന് ഒരുപാട് ദൂരേക്ക് പോകണ്ട. അതുപോലെ പേഷ്യൻസിന് ഇപ്പൊ കഴിച്ചാൽ പോലും പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന രീതിയിൽ സാധനങ്ങൾ വെക്കാനുള്ള രീതിയിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ ആസ്ക് ദ പേഷ്യന്റ് ടു യൂസ് നഴ്സസ് കോൾ ബെൽ ടു ഹാവ് എ ബെഡ് പാൻ ഓർ യൂറിൻ. അപ്പൊ ഇനിയിപ്പോ അവർക്ക് എന്തെങ്കിലും മലമൂത്ര വിസർജനങ്ങളുമായി ബന്ധപ്പെട്ട ബെഡ് പാനോ യൂറിനലോ കാര്യങ്ങളോ വേണമെങ്കിൽ അവരോട് എപ്പോഴും പേഷ്യൻസിനോട് എന്താ ആസ്ക് ചെയ്യുക, നഴ്സ് കോൾ ബെല്ലുണ്ട്. നഴ്സസിനെ വിളിക്കാനായിട്ട് കണ്ടിട്ടില്ലേ ബെല്ല്? കണ്ടിട്ടുണ്ടോ? റൂമുകളിലൊക്കെ ബെല്ല് വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ ബെല്ലടിച്ചു കഴിഞ്ഞാൽ നഴ്സസ് വരും, അല്ലെ? ഏത് റൂമിൽ നിന്നാണോ ബെല്ല് പോയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അവർ ആ റൂമിലേക്ക് വരും. സോ അത്തരത്തില് ഇവർക്ക് ഒരു മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട ബെഡ് പാനോ യൂറിനലോ ഒക്കെ ആവശ്യമാണ്. അത്തരത്തിൽ അവർക്ക് ഒരാളുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു നഴ്സസ് പോലും ബെല്ല് യൂസ് ചെയ്യാനായിട്ട് പേഷ്യൻസിനോട് ആവശ്യപ്പെടുക. അതുപോലെ തന്നെ ബെഡ് റെയിൽസ് കണ്ടിട്ടുണ്ടോ? ബെഡിന്റെ രണ്ട് സൈഡിലുമായിട്ട് ബെഡ് റെയിൽസ് വെച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറില്ല, അല്ലെ? നമ്മളത് താഴ്ത്തിയിടാറാണ് പതിവ്. കണ്ടിട്ടില്ലേ? ഇപ്പൊ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ബെഡ് റെയിൽസ് വെക്കാതെ അവർ സമ്മതിക്കില്ല. കണ്ടിട്ടുണ്ടോ അത്? സോ അങ്ങനെയുള്ള ബെഡ് റെയിൽസ് ബോത്ത് സൈഡിലും എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. കാരണം അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും ചെരിയുമ്പോഴൊന്നും താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അപ്പൊ അതിലൂടെ നമുക്ക് അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. അതുപോലെ മെഡിക്കേഷൻസ്, മരുന്നുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഡബിൾ ചെക്ക് മെഡിക്കേഷൻ, റിലേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്, ലേബൽസ്, പേഷ്യന്റ് ഐഡന്റിറ്റി. അപ്പൊ എപ്പോഴും ഒരു മരുന്ന് നമ്മൾ കൊടുക്കുമ്പോൾ, പേഷ്യൻസിന് കൊടുക്കുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച്. അപ്പൊ അവിടെ എപ്പോഴും നമ്മൾ ഒരു മരുന്ന് കൊടുക്കുന്നതിന് മുൻപായിട്ട് ചെക്ക് ആൻഡ് ഡബിൾ ചെക്ക്, ഒരു പ്രാവശ്യം ചെക്ക് ചെയ്താൽ പോലും ഒന്നുകൂടി ചെക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രകാരമല്ലേ ഇത് നമ്മൾ ഒരു പേഷ്യന്റിന് കൊടുക്കുന്നത്. അതുപോലെ പേഷ്യൻസിനെ തിരിച്ചറിയാനുള്ള ഒരു ഐഡന്റിറ്റി ലേബല് കൂടി അതിൽ ഒട്ടിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ, മാറിപ്പോകരുതിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഒരു പ്രാവശ്യം പരിശോധിച്ച് രണ്ടാമത് ഒന്നും കൂടി പരിശോധിച്ചിട്ട് വേണം പേഷ്യൻസിനെ മരുന്നുകൾ നൽകാൻ. അതുപോലെ ലേബലിംഗ്,
ലേബൽ ഓൾ ബോട്ടിൽസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. അതുപോലെ ഇപ്പൊ ആ ഒരു പാട്ടിലെയോ അല്ലെങ്കിൽ ആ റൂമുമായി ബന്ധപ്പെട്ട നഴ്സിംഗ് സ്റ്റേഷന്റെ എല്ലാ ബോട്ടിൽസും കണ്ടെയ്നേഴ്സും ഒക്കെ ഒരേപോലെ ഉള്ളതാണെങ്കിൽ എല്ലാം വളരെ വ്യക്തമായിട്ട് എല്ലാം ലേബൽ ചെയ്ത് ഓരോ മെഡിസിൻ എന്താണെന്നുള്ളത് ലേബൽ ചെയ്ത് കണ്ടെയ്നേഴ്സ് ഒക്കെ ലേബൽ ചെയ്ത് വേണം സൂക്ഷിക്കാനായിട്ട്. അതുപോലെ കീപ് ദ മെഡിസിൻ സപ്ലൈ ലോക്ക്ഡ്. മെഡിസിൻസ് വിതരണം ചെയ്യുന്ന ആ ഒരു മെഡിസിൻ സപ്ലൈ എപ്പോഴും നമ്മൾ ലോക്ക് ചെയ്ത് സൂക്ഷിക്കണം. അതുപോലെ കീപ് വാർണിംഗ്സ് വാർണിംഗ് സൈൻസ് അഗെയിൻസ്റ്റ് ടോക്സിക് സബ്സ്റ്റൻസസ്. അതുപോലെ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതിലേക്ക് തുടരുത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോണ്ടാക്ടോ ടച്ചോ കാര്യങ്ങളോ വരരുത് എന്നുള്ള രീതിയിൽ വാർണിംഗ് സൈൻ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്യുക. സോ ഇത്രയും നമുക്ക് ആദ്യം നോക്കാം. അപ്പോ ഫസ്റ്റ് വൺ പറഞ്ഞത് സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട സേഫ്റ്റിയാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആദ്യം പറയുന്നത് പ്രിവെന്റ് ഫോളിംഗ് ഫ്രം ബെഡ്. ബെഡിൽ നിന്ന് അവർ താഴെ വീഴാതിരിക്കുന്നത് താഴെ വീഴുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇപ്പൊ ബലഹീനരായിട്ടുള്ളവര്, ദിശാബോധമില്ലാത്തവര്, അല്ലെങ്കിൽ സെഡേഷനുമായി ബന്ധപ്പെട്ട് സെഡേഷൻ മയക്കത്തിലായിട്ടുള്ള പേഷ്യൻസ്, അവരൊക്കെ മയക്കം മാറുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മറ്റൊരാളുടെയും സഹായമില്ലാതെ ചിലപ്പോൾ പെട്ടെന്ന് ബെഡിൽ നിന്നിറങ്ങാം, പെട്ടെന്ന് ബെഡിലേക്ക് കയറാം. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അവർ താഴെ വീഴാനും അപകടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പേഷ്യൻസിനെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഒരു അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായം ആവശ്യമാണ്. സോ ആരുടെയും സഹായം ഉണ്ടെങ്കിൽ സഹായത്തോടു കൂടി മാത്രം നിങ്ങൾ ബെഡിൽ നിന്ന് താഴെ ഇറങ്ങണമോ അല്ലെങ്കിൽ ബെഡിലേക്ക് കയറണമെങ്കിൽ ഒരാളുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ്. അത്തരത്തിലൊരു സഹായത്തിന് വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുക എന്നുള്ളത്. രണ്ടാമത്തത് പേഷ്യൻസിന്റെ സാധനങ്ങളെല്ലാം തൊട്ടടുത്ത് തന്നെ വെക്കാനുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടാക്കി നൽകുക. അതുപോലെ പേഷ്യൻസിന് എന്തെങ്കിലും വെട്ടാനോ യൂറിനലോ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ വന്നാൽ അവിടെ വെട്ടാനോ യൂറിനലോ ആവശ്യമായി വന്നാൽ നഴ്സസ് പോലും ബെല്ലുകൾ ഉപയോഗിക്കാൻ എപ്പോഴും ആവശ്യപ്പെടുക. അതുപോലെ ബെഡിന്റെ രണ്ട് സൈഡിലുമുള്ള ബെഡ് റെയിൽസ് യൂസ് ചെയ്യാൻ ആവശ്യപ്പെടുക. അതുപോലെ എപ്പോഴും മെഡിസിൻസ് കൊടുക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് ആ പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ ലേബൽ ചെയ്തിരിക്കണം. അതുപോലെ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്താൽ പോലും ഒന്നുകൂടി മെഡിസിൻസ് ചെക്ക് ചെയ്തതിനു ശേഷമായിരിക്കണം നൽകേണ്ടത്. അതുപോലെ ആ ഒരു വാർഡുമായി ബന്ധപ്പെട്ട ലേബൽ ഓൾ ബോട്ടിൽസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. എല്ലാ ബോട്ടിലും കണ്ടെയ്നറുകളും വ്യക്തമായിട്ട് ലേബൽ ചെയ്ത് വേണം വെക്കാനായിട്ട്. അതുപോലെ മെഡിസിൻ സപ്ലൈ, മെഡിസിൻ വിതരണം ചെയ്യുന്ന ഷെൽഫുകളും ഒക്കെ എപ്പോഴും നോക്കാതിരിക്കണം. അതുപോലെ എന്തെങ്കിലും ടോക്സിക് സബ്സ്റ്റൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഉള്ള മുന്നറിയിപ്പാണ് അത് ടെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ അപകടങ്ങളെ സൂക്ഷിക്കുന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്യും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. സേഫ്റ്റി പേഷ്യന്റ് കെയർ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞോ? ക്ലിയർ ആണോ?
ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് വണ് സേഫ്റ്റി എന്നാണ് കേട്ടോ. അവിടെ സേഫ്റ്റി ഇൻ ട്രാഫിക്, അതായത് സേഫ്റ്റി ഇത് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സേഫ്റ്റി ആണ് കേട്ടോ. സുരക്ഷ എങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താം, അപ്പൊ അവരുടെ ട്രാൻസ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സുരക്ഷ എങ്ങനെ ഉറപ്പുവരുത്താം. അതിൽ ഒന്നാമത്തതാണ് വീൽ ബ്രേക്സ്. കണ്ടിട്ടുണ്ടോ വീൽ ബ്രേക്സ്? അതായത് ഇപ്പോ വീൽ ചെയറിലെയോ സ്ട്രക്ചറിലേക്ക് താഴെയായിട്ട് അതിന്റെ വീൽസിന്റെ അടുത്തായിട്ട് അവിടെ വീൽ ബ്രേക്കുകൾ ഉണ്ടാവും. നമ്മുടെ വണ്ടികളൊക്കെ സാധാരണ നമ്മൾ ഏതൊരു ടൂ വീലേഴ്സോ കാര്യങ്ങൾക്കൊക്കെ ബ്രേക്ക് ഇല്ലേ? അതുപോലെ തന്നെ വീൽ ചെയർ സ്ട്രക്ചേഴ്സിന്റെ ഒക്കെ ഇടയ്ക്ക് എടുത്ത് അതിന്റെയൊക്കെ വീൽസിന്റെ അവിടെയായിട്ട് വീൽ ബ്രേക്കുകളുണ്ട്. എന്തിനാണ് വീൽ ബ്രേക്ക് വെച്ചിരിക്കുന്നത്? എന്തിനാ? ഇപ്പൊ പേഷ്യൻസിനെ നമുക്ക് അതിലേക്ക് കയറ്റണം അല്ലെ, ഒരു വീൽ ചെയറിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിലേക്കോ പേഷ്യൻസിനെ കയറ്റണം. അപ്പൊ കയറ്റുന്ന സമയത്ത് അവിടെ വീൽ ബ്രേക്ക് ഇല്ലെങ്കിൽ എന്ത് പറ്റും? എന്ത് പറ്റും? ഒന്നും പറ്റില്ലേ? ബ്രേക്ക് എന്തിനാ? അത് എന്ത് ചെയ്യാം? തെന്നി നീങ്ങി പോവാം അല്ലെ, മൂവ് ആയി പോവാം. അതുകൊണ്ടാണ് അവിടെ വീൽ ബ്രേക്ക് വെച്ചിരിക്കുന്നത്. ഇവിടെ എപ്പോഴും ലോക്കിംഗ് വീൽ ബ്രേക്സ് നോക്കി ടു സെക്യൂർ വീൽ ചെയർ ഓർ സ്ട്രക്ചർ ഇൻ പ്ലേസ് ബിഫോർ ലോഡിംഗ് ഓർ അൺലോഡിംഗ് എ പേഷ്യന്റ്, അസിസ്റ്റിംഗ് എ പേഷ്യന്റ് ഓൺ ആൻഡ് ഓഫ് ദ ചെയർ. അതുപോലെ തന്നെ ഇപ്പൊ വീൽ ചെയറിലേക്കോ സ്ട്രക്ചറിലേക്കോ പേഷ്യൻസിനെ കയറ്റുമ്പോഴോ അല്ലെങ്കിൽ ആ പേഷ്യൻസിനെ അതിൽ നിന്ന് ഇറക്കുന്ന സമയത്തോ ഒരു സഹായമായിട്ട്, ഇപ്പൊ വീൽ ചെയറിനായിക്കോട്ടെ സ്ട്രക്ചറിൽ നിന്നായിക്കോട്ടെ, പേഷ്യൻസിനെ കയറ്റുന്ന സമയത്തായിക്കോട്ടെ ഇറക്കുന്ന സമയത്തായിക്കോട്ടെ, ഒരു സഹായമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വീൽ ചെയറിനെയും സ്ട്രക്ചറിനെയും വളരെ സെക്യൂർ ആയിട്ട് അവിടെ സ്റ്റേ ചെയ്ത് അല്ലെങ്കിൽ അവിടെ മൂവ് ചെയ്താതെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും വീൽ ബ്രേക്ക് ഉപയോഗിച്ച് അത് ലോക്ക് ചെയ്ത് സുരക്ഷിതമായിട്ട് ചെയ്തിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് വീൽ ബ്രേക്സ് വന്നാല് വീൽ ചെയറോ സ്ട്രക്ചറിലേക്കോ പേഷ്യൻസിനെ കയറ്റുമ്പോഴോ ഇറക്കുന്ന സമയത്തും അതാണ് അസിസ്റ്റിംഗ് എ പേഷ്യന്റ് ഓൺ ആൻഡ് ഓഫ് ദ ചെയർ, തിരിച്ചിറക്കാനോ അല്ലെങ്കിൽ കയറ്റാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ആ വീൽ ചെയർസ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് മൂവ് ചെയ്ത് പോവാതെ സെക്യൂർ ആയിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ വീൽ ബ്രേക്സ് ഉപയോഗിച്ച് നമ്മൾ എപ്പോഴും ലോക്ക് ചെയ്തായിരിക്കണം ഇത് ചെയ്യേണ്ടത്. രണ്ടാമത്തത് സേഫ്റ്റി ബെൽറ്റ്. Safety belt to be belt or side tails on structures to protect patients from falling while transporting. കണ്ടിട്ടുണ്ടോ സ്ട്രക്ചേഴ്സിലെ പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് ബെൽറ്റുകൾ ഇട്ടിട്ട് ടൈ ചെയ്ത് വെച്ചിരിക്കുന്നേ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ആരും ശ്രദ്ധിച്ചിട്ടില്ലേ? കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് സ്ട്രക്ചേഴ്സിലൊക്കെ നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് സൈഡിൽ നിന്ന് ബെൽറ്റുകൾ നമ്മൾ എടുത്ത് റാപ്പ് ചെയ്ത് വെക്കാറുണ്ട്. സോ അത്തരത്തിലുള്ള സേഫ്റ്റി ബെൽറ്റുകൾ ഉപയോഗിച്ച് പേഷ്യൻസിന് വളരെ സേഫ് ആയിട്ട് അവർ താഴെ വീഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന സമയത്ത് അവരവിടെ ആ സ്ട്രക്ചറിൽ നിന്ന് താഴെ വീഴുന്നുണ്ടാവുന്ന അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സേഫ്റ്റി ബെൽറ്റുകൾ ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്തായിരിക്കണം അവരെ കൊണ്ടുപോകേണ്ടത്. മൂന്നാമത്തത് കാർഡ് സ്റ്റീൽ ചെയർ സ്ട്രക്ചേഴ്സ്, അതായത് പുഷ് കാർഡ് സ്റ്റീൽ ചെയർ സ്ട്രക്ചേഴ്സ് സ്ലോലി. അതുപോലെ തന്നെ ഇപ്പോ സ്ട്രക്ചറിലായിക്കോട്ടെ, കാർട്ട് എന്ന് പറഞ്ഞാല് വണ്ടികളാണ് കേട്ടോ. അപ്പൊ അതുപോലെയുള്ള കാർട്ടുകളായിക്കോട്ടെ, സ്റ്റീൽ ചെയറുകളായിക്കോട്ടെ, സ്ട്രക്ചേഴ്സ് ആയിക്കോട്ടെ, അതെല്ലാം ഒരിക്കലും ഭയങ്കര സ്പീഡിൽ കൊണ്ടുപോകരുത്. വളരെ സ്ലോ ആയിട്ട് മുന്നിലേക്കുള്ള വാച്ച് യുവർ വേ അഹെഡ് ഓഫ് യു, നമ്മുടെ മുന്നിലുള്ള വഴി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വളരെ സ്ലോ ആയിട്ടായിരിക്കണം അങ്ങനെയുള്ള പേഷ്യൻസിനെ ആയിക്കോട്ടെ മറ്റു ഉപകരണങ്ങളാണ് എന്ത് കൊണ്ടുപോകുന്നത് വളരെ സ്ലോ ആയിട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. റാം കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആൻഡ് വീൽ ചെയർസ് ഫ്രം ലോവർ സൈഡ് വൈൽ ഗോയിങ് അപ്പ് ഡൗൺ എ റാം. അപ്പൊ റാമ്പ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ പ്രതലങ്ങളാണ് അല്ലെ. സോ അത്തരത്തില് ഇപ്പൊ പേഷ്യൻസിനെ വീൽ ചെയറിലോ അല്ലെങ്കിൽ സ്ട്രക്ചറിലോ ഒക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന പേഷ്യന്റ് ആവാം. അപ്പൊ അവരെ ഈ റാമ്പുകളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് എപ്പോഴും എവിടെ നിന്നായിരിക്കണം കൺട്രോൾ ചെയ്യേണ്ടത്? ലോവർ സൈഡിൽ നിന്നായിരിക്കണം. എന്ന് വെച്ചാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? ലോവർ സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് ചെരിഞ്ഞിരിക്കുന്ന പ്രതലം അല്ലേ. സോ അത്തരം പ്രതലങ്ങളില് കയറ്റുമ്പോഴാണെങ്കിലും അവിടെ നിന്ന് ഇറക്കുമ്പോഴാണെങ്കിലും ആ താഴെയുള്ള വശത്തിൽ നിന്നായിരിക്കണം നമ്മൾ കൺട്രോൾ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പൊ നമ്മളൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ വീൽ ചെയറിലോ വീൽ ചെയറിലോ ഇരിക്കുന്ന പേഷ്യന്റ് ആണ്. അപ്പൊ ആ ഒരു റാമ്പ് എന്ന് പറയുന്നത് ചരിഞ്ഞിരിക്കുന്നതാണ് അല്ലെ. ആ ചരിവിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ എന്താ പറ്റുക? പെട്ടെന്ന് തെന്നി പോവാം അല്ലെ. അതിൽ നിന്ന് ചിലപ്പോ പേഷ്യന്റ് താഴേക്ക് ഉരുണ്ട് വീഴാം അല്ലെ. പറ്റുമോ അത്?
സംഭവിക്കില്ലേ? അങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചേക്കാം അല്ലെ? നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ വീൽ ചെയർസ് സ്ട്രക്ചേഴ്സ് ഒക്കെ പെട്ടെന്ന് മൂവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകാനും അപകടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് അല്ലെ? എപ്പോഴും ആ ഒരു റാമ്പിലൂടെ നമ്മൾ സ്ട്രക്ചേഴ്സോ വീൽ ചെയർസോ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും ആ ഒരു സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ വീൽ ചെയറിന്റെ ലോവർ സൈഡ്, അതായത് ആ റാമ്പിന്റെ ലോവർ സൈഡ് ഇല്ലേ, റാമ്പിന്റെ താഴത്തെ ആ ചരിഞ്ഞ് താഴെയുള്ള പ്രതലം ഇല്ലേ, അവിടെ നിന്നായിരിക്കണം കൺട്രോൾ ചെയ്യേണ്ടതെന്ന്. മനസ്സിലായോ? ഇത് ക്ലിയർ ആയോ? ഇതാണോ റിപ്ലൈ ഇല്ലാതെ? അടുത്തതാണ് സ്വിംഗിങ് ഡോസ്. സ്വിംഗിങ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ഡോസ് ഇല്ലേ. അപ്പൊ അവിടെ നമ്മൾ ഒരാൾ ഇപ്പൊ നമുക്കൊരു ചെക്ക് വെഹിക്കിൾ ത്രൂ എ സ്വിംഗിങ് ഡോർ, നെവർ റാം ത്രൂ, അതായത് മറ്റുള്ള വാതിലിലൂടെ ഒരിക്കലും കടന്നു പോവാതെ ഇത്തരത്തിൽ ഓട്ടോമാറ്റിക് ഇപ്പൊ നമ്മളെ ഈ ഒരു സ്ട്രക്ചറിലോ വീൽചെയറിലോ കൊണ്ടുപോകുന്ന സമയത്ത് അവരെയും കൺട്രോൾ ചെയ്യണം, ആ ഒരു എക്യുപ്മെന്റും കൺട്രോൾ ചെയ്യണം, അതുപോലെ തന്നെ ആ ഒരു വാതിൽ വലിച്ചു തുറക്കുക അല്ലെങ്കിൽ അടക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ എപ്പോഴും ഓട്ടോമാറ്റിക്കലി തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ഗേറ്റുകളോ അല്ലെങ്കിൽ വാതിലുകളോ ഉണ്ടെങ്കിൽ അതിലൂടെ ഈ വാഹനങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. എലിവേറ്റേഴ്സ്. എലിവേറ്റേഴ്സ് നമ്മുടെ ലിഫ്റ്റ് സൗകര്യങ്ങളാണ് കേട്ടോ. ബിഫോർ എൻറ്ററിംഗ് ഓർ ലീവിംഗ് ആൻ എലിവേറ്റർ വിത്ത് ആ വീൽ ചെയർ ഓർ സ്ട്രക്ചർ. സ്ട്രക്ചറോ വീൽ ചെയറോ ഒക്കെ നമ്മൾ ലിഫ്റ്റിൽ കയറ്റാറുണ്ട്, കയറ്റാറില്ലേ? പേഷ്യൻസിനെ അതിലൂടെയാണ് നമ്മൾ കൊണ്ടുപോകുക അല്ലെ? മേക്ക് ഷുവർ, എപ്പോഴും ഉറപ്പുവരുത്തേണ്ട കാര്യം ഈ എലിവേറ്റർ അല്ലെങ്കിൽ ഈ ലിഫ്റ്റിന്റെയും നമ്മുടെ ആ ഒരു ഫ്ലോറിന്റെയും ലെവൽ ഒരേപോലെയാണ് എന്ന് നോക്കണം. അതുപോലെ തന്നെ ഇപ്പൊ വീൽ ചെയറോ ഒക്കെ ആണെങ്കിൽ അതിന്റെ ഓൾവേസ് ബാക്ക് സൈഡ് ആയിരിക്കണം ഫസ്റ്റ്. അതായത് നമ്മൾ പിടിക്കുന്ന ആ ഒരു വശം ഉണ്ടല്ലോ, അതാണ് ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ആ വശമായിരിക്കണം ആദ്യം അതിന്റെ ഉള്ളിലേക്ക് കയറ്റേണ്ടത്. മനസ്സിലായോ? അപ്പൊ രണ്ടിന്റെയും ഫ്ലോസ് തമ്മിൽ ഒരുപോലെയാണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഇപ്പൊ വീൽ ചെയറോ കാര്യങ്ങളോ ആണെങ്കിൽ അതിന്റെ ബാക്ക് ആയിരിക്കണം ഫസ്റ്റ് അതിനുള്ളിലേക്ക് പ്ലേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കടത്തേണ്ടത്. അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് പേഷ്യൻസ് ഫീറ്റ് ഫസ്റ്റ്, ഹാവ് ആൻ അസിസ്റ്റന്റ് ഗൈഡൻസ് ഫ്രണ്ട്. അതായത് നമ്മുടെ പേഷ്യൻസിനെ നിങ്ങൾ കൊണ്ടുവരുന്ന കണ്ടിട്ടില്ലേ, പേഷ്യൻസിന് തലയുടെ ഭാഗത്തായിരിക്കും അവർ പിടിച്ചിട്ടുണ്ടാവുക അല്ലെ? സ്ട്രക്ചറിലാണെങ്കിലൊക്കെ തലയുടെ ഭാഗത്തല്ലേ പിടിച്ചിട്ടുണ്ടാവാം, കാലിന്റെ ഭാഗമല്ലേ ഫ്രണ്ടിലോട്ട് ആദ്യം വരുന്നത് അല്ലേ? കണ്ടിട്ടുണ്ടോ? പേഷ്യൻസിനെ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടോ? സ്ട്രക്ചറില് അവർ തലയുടെ ഭാഗത്തു നിന്നല്ലേ അവർ കൺട്രോൾ ചെയ്യുന്നേ. കാലിന്റെ ഭാഗം ഫസ്റ്റിലേക്ക് വരുന്ന ഫ്രണ്ടിലേക്ക് ഫസ്റ്റ് വരുന്ന രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അത്യാവശ്യമായി വന്നാൽ ഒരു അസിസ്റ്റന്റ് ഗൈഡ് ഫ്രണ്ടിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പാർക്കിംഗ്. Park the wheelchair or structure out of the way traffic at one side of the corridor. അതുപോലെ തന്നെ ഇപ്പോ സ്ട്രക്ചർ ആണെങ്കിലും വീൽ ചെയർ ആണെങ്കിലും ഹോസ്പിറ്റലിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടില്ലേ? യൂസ് ചെയ്യാതെ വരുമ്പോ നമ്മുടെ ഒരു മെയിൻ വേ ആണ്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാഷ്വാലിറ്റി അല്ലെങ്കിൽ മെയിൻ എൻട്രൻസിന്റെ ഒക്കെ ഒരു സൈഡിലായിട്ടായിരിക്കും പാർക്ക് ചെയ്തിരിക്കുക അല്ലെ? കണ്ടിട്ടുണ്ടോ? അത് ആ ഒരു തിരക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു ഇടനാഴിയുടെ ഒരു സൈഡിലായിട്ടായിരിക്കും, ആ ഒരു തിരക്കുള്ള വഴിയാണെങ്കിൽ പോലും ആ ഒരു ഇടനാഴിയുടെ സൈഡിലായിട്ട് പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പാകത്തിനായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പൊ സേഫ്റ്റി ഇൻ ട്രാഫിക്കിൽ പറയുന്നത് ഒന്നാമതായിട്ട് പറഞ്ഞത് വീൽ ചെയറോ അല്ലെങ്കിൽ സ്ട്രക്ചറോ യൂസ് ചെയ്യുമ്പോൾ പേഷ്യൻസിനെ അങ്ങോട്ട് കയറ്റാനായിക്കോട്ടെ ഇറക്കാനായിക്കോട്ടെ ഒരു വീൽ ബ്രേക്സ് ഉപയോഗിച്ചത് ലോക്ക് ചെയ്തിട്ട് സെക്യൂർ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. രണ്ടാമത്തത് സേഫ്റ്റി ബെൽറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിനെ സുരക്ഷിതമായിട്ട് വീഴുന്നതിൽ നിന്നൊക്കെ തടഞ്ഞ് സേഫ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. മൂന്നാമത് കാറായിക്കോട്ടെ വണ്ടികളായിക്കോട്ടെ സ്റ്റീൽ ചെയർ ആയിക്കോട്ടെ സ്ട്രക്ചേഴ്സ് ആയിക്കോട്ടെ എല്ലാം വളരെ സ്ലോ ആയിട്ടായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതുപോലെ മുന്നിലോട്ടുള്ള വഴികൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതുപോലെ റാമ്പുകളിൽ നിന്ന് വീൽ ചെയറോ സ്ട്രക്ചറോ എപ്പോഴും ലോവർ സൈഡിൽ നിന്നാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അതുപോലെ സ്വിംഗിങ് ഡോർസ് എളുപ്പത്തിൽ തുറക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ഡോറുകൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എലിവേറ്റേഴ്സ് അല്ലെങ്കിൽ ലിഫ്റ്റുകളിലേക്ക് നമ്മുടെ വീൽ ചെയറിൽ നിന്നോ സ്ട്രക്ചറിലോ പേഷ്യൻസിനെ കയറ്റുന്ന സമയത്ത് അവ തമ്മിലുള്ള ഫ്ലോറിന്റെ ആ ഒരു ലെവൽ ഒരുപോലെയാണോ എന്ന് പരിശോധിക്കണം. അതുപോലെ വീൽ ചെയർ ആണെങ്കിൽ എപ്പോഴും അതിന്റെ ബാക്ക് സൈഡ് ആയിരിക്കണം ഫസ്റ്റ് കയറ്റേണ്ടത്. അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പേഷ്യൻസിന്റെ ഫീറ്റ് ആദ്യം വരുന്ന രീതിയിലായിരിക്കണം അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കൊണ്ടുപോകേണ്ടത്. ആവശ്യമാണെങ്കിൽ ഒരു അസിസ്റ്റന്റ് ഗൈഡ് ഒരു ഫ്രണ്ടിൽ ഉണ്ടായിരിക്കുകയും വേണം. അതുപോലെ തന്നെ ചെറോ സ്ട്രക്ചർ ഒക്കെ പ്ലേസ് ചെയ്യുന്നത് ആ ഒരു തിരക്കുള്ള ഒരു ഇടനാഴിയാണെങ്കിൽ പോലും പെട്ടെന്ന് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് തിരക്ക് ഒഴിവാക്കുന്ന രീതിയിൽ ഒരു സൈഡിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും നമ്മുടെ സേഫ്റ്റിയും ട്രാഫിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ?
ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കുക. ഇപ്പൊ വായിച്ചിട്ട് വരണം, നിർബന്ധമായിട്ടും വായിച്ചിട്ട് വരണേ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളിലേക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ആ ഒരു ഭാഗം ഒന്നും ഇവിടെ വരെ വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.